ബി.ജെ.പി വിട്ടെത്തിയ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. പാലക്കാട്ടെ കെ.പി.സി.സി ഓഫീസിൽ കെ സുധാകരനടക്കം കോൺഗ്രസ് നേതാക്കൾ ഷോൾ അണിയിച്ച് സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്തു. സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുകയാണ് ഞാനെന്ന് സന്ദീപ് കെ.പി.സി.സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. CPM ബി.ജെ.പി ഡീലിനെ എതിർത്തതാണ് താൻ ചെയ്ത തെറ്റ്. കരുവന്നൂരും കൊടകരയും പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തുവെന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. കൊടകര കുഴൽപ്പണ കേസ് പ്രതി ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരിലില്ലാതെ പോയതാണ് ഞാൻ ചെയ്ത കുറ്റം. സ്നേഹത്തിന്റെ ഇടത്തേക്കാണ് ഞാൻ വരുന്നത് എന്നും സന്ദീപ് വാര്യർ പാലക്കാട്ടെ കെ.പി.സി.സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശനുമടക്കമുള്ള നേതാക്കൾ കെ.പി.സി.സി ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിൽ സന്ദീപിനെ സ്വാഗതം ചെയ്തു. ഈ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ്. എല്ലാം കൊണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം കൊണ്ടും അതുപോലെ ഈ പാർട്ടിക്ക് കിട്ടുന്ന പൊതുജനങ്ങളുടെ കിട്ടുന്ന അംഗീകാരത്തെ സംബന്ധിച്ചും നമ്മളൊരു ഉന്നതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ അകത്തേക്ക് വരാൻ തീരുമാനിച്ചത്. നിങ്ങൾക്കറിയാം, കുറെ കാലമായി ബി.ജെ.പിയുടെ മുഖവും ശബ്ദവുമായിരുന്നു ശ്രീ സന്ദീപ് വാര്യർ. പക്ഷേ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അകത്ത് പ്രവർത്തിക്കണമെന്ന അദ്ദേഹത്തിന്റെ നിഷ്കർഷതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സെലക്ട് ചെയ്ത് അതിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചതും ഞങ്ങളെ അറിയിച്ചതും ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തതും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പങ്കും എല്ലാം അതിന്റെ ഉത്തരവാദിത്വവും എല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിക്ഷിപ്തമാണ് എന്ന് ജനം അംഗീകരിക്കുന്നു, നാട് അംഗീകരിക്കുന്നു. അത്തരം ഒരു ചുറ്റുപാടിൽ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാധാന്യം ഒന്നുകൂടി ഉയർത്താനും വളർത്താനും പടർത്താനും പന്തലിപ്പിക്കാനും ശ്രീ സന്ദീപ് വാര്യരുടെ ഈ വരവ് നമുക്ക് ഉപകരിക്കും, നാടിന് ഉപകരിക്കും എന്നീ സന്ദർഭത്തിൽ നിങ്ങളെ എല്ലാം അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സന്ദീപ് വാര്യരെ ഞാൻ ഈ പാർട്ടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ോട് ചേർത്ത് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൽ നിന്നും ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ എല്ലാ പ്രതിഫലനങ്ങൾ വരാൻ പോകുന്ന നാളുകളിൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ഇവിടെ അറിയാമല്ലോ നിങ്ങൾക്ക്, കോൺഗ്രസിനെ കുറിച്ച് വർഗീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് കോൺഗ്രസിനെതിരായി പ്രചരണം നടത്തുന്ന പാർട്ടിയാണ് ഇവിടുത്തെ ബി.ജെ.പിയും CPM-ഉം. ആ CPM-ന്റെയും ബി.ജെ.പിയുടെയും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്താൻ സന്ദീപ് വാര്യരുടെ ഈ വരവ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അത് ഉയർന്നു വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യരെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം അഭിവാദ്യം അർപ്പിക്കുന്നു. നമസ്കാരം. ബാക്കി കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് സംസാരിക്കും. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. സന്ദീപ് വാര്യർ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ബി.ജെ.പിയുടെ മുഖവും ശബ്ദവുമായിരുന്നു. അദ്ദേഹം വർഗീയതയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് സ്നേഹത്തിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരിക. ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കൂടി അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. ഞാൻ അദ്ദേഹം സംസാരിക്കും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ACC-യുടെ സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും ഇവിടെ കേരളത്തിന്റെ ഇൻചാർജുമായ ബഹുമാനപ്പെട്ട മാഡം ദീപ മാഡം, ഒപ്പം DCC-യുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട MP എല്ലാ മോഹൻ സാർ, സെക്രട്ടറി മോഹൻ സാർ, കേരളത്തിന്റെ ഇൻചാർജായിട്ട് മോഹൻ സാർ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും എനിക്ക് വർഷങ്ങളായിട്ട് നല്ല ബന്ധമുള്ള ആളുകളാണ്. എല്ലാവരെയും പേരെടുത്ത് വിളിച്ചു അടക്കമുള്ള എല്ലാ ആളുകളുമായിട്ടും നിരന്തരമായി സംസാരിച്ചിട്ടുള്ള, തർക്കിച്ചിട്ടുള്ള, രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഉള്ളിൽ നല്ല സൗഹൃദം എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരുമൊക്കെ ഒരു സൗഹൃദം കാത്തു സൂക്ഷിച്ചു വന്നിട്ടുള്ള ആളാണ്. ഈ രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായ സൗഹൃദങ്ങൾ, മാനവികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിലകൊള്ളണം എന്നാണ് ഞാൻ എക്കാലവും ആഗ്രഹിച്ചത്. ആ രീതിയിലാണ് എന്റെ പെരുമാറ്റം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്കൊക്കെ മാധ്യമങ്ങളോട് ഇക്കാര്യം തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിലൊക്കെ
ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മാനവികമായിട്ട് ചിന്തിക്കുക, മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുക എന്നുള്ളത് സർവപ്രധാനമാണ് എന്ന് വിശ്വസിക്കുക. എന്തിനാണ് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത്? ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായും സംഘടനയ്ക്കകത്ത് നിന്ന് നമുക്ക് സ്നേഹത്തിന്റെ, അതുപോലെ തന്നെ സഹോദരത്വത്തിന്റെ ഒരു കരുതൽ, താങ്ങലൊക്കെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കും. എല്ലായ്പ്പോഴും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആയിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.